പ്രൈസലോൾ. നമ്മൾ കഷ്ടം അനുഭവിച്ചു, വേദന അനുഭവിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വന്ന സങ്കടവും പ്രയാസവും ഒക്കെ അനുഭവിച്ചു. ഒരുപക്ഷെ അത് നല്ല നന്മയ്ക്കാണ്. വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചത് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇയ്യോബിനുണ്ടായ കഷ്ടം ഇയ്യോബിന് മാത്രമായിട്ടുള്ളതാണ്. ഇയ്യോബ് അവൻ്റെ മക്കൾ തന്നെ 10 മക്കൾ ഒരു ദിവസം തന്നെ നഷ്ടപ്പെട്ടു. അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അവൻ്റെ ശരീരം പഴുത്ത് നാറി. എന്നിട്ട് അവനെന്ത് ചെയ്തു? ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. യഹോവ തന്നു, യഹോവ എടുത്ത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടു. ഹാബേലിൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അവൻ നന്നായിട്ടൊന്ന് ആരാധിച്ചു. അബ്രഹാമിൻ്റെ ജീവിതത്തിലും കഷ്ടത വന്നു, ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലും കഷ്ടത വന്നു, യാക്കോബിൻ്റെ ജീവിതത്തിലും കഷ്ടത വന്നു, ജോസഫിൻ്റെ ജീവിതത്തിലും കഷ്ടത വന്നു, ഹാനോക്കിൻ്റെ ജീവിതത്തിലും കഷ്ടം വന്നു. പക്ഷേ അവൻ 65-ാമത്തെ വയസ്സിൽ ദൈവത്തോട് കൂടെ നടന്നു. നിന്നെ സംബന്ധിച്ചോളം നീ ഇന്ന് പാപത്തേക്ക് ഏറ്റുപറഞ്ഞ ദൈവവുമായിട്ട് ബന്ധത്തിൽ നിന്ന് ദൈവത്വവുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ പിടിച്ചു. പിന്നെ തോറ്റുവെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജോസഫിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത വന്നു. അവൻ കാരാഗൃഹത്തിൽ കിടന്ന് അവൻ കഷ്ടത അനുഭവിച്ചു. പോത്തിപ്പോറിൻ്റെ ഭവനത്തിൽ വെച്ച് അവൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. പക്ഷെ ദൈവം അവനെ മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. മോശയുടെ ജീവിതത്തിൽ അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ അടിമത്തത്തിലായിരുന്നു. അവനെ കഷ്ടതയിലൂടെ കടത്തിക്കൊണ്ട് പോയി. അവനെ 40 വർഷക്കാലം അവന് കൊട്ടാരത്തിൽ താമസിച്ചു. പിന്നെ അത് മരുഭൂമി യാത്രയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി കഷ്ടതയും പ്രയാസവും ദുഃഖമൊക്കെ അനുഭവിച്ചു. പക്ഷെ ദൈവം അവനെ ഉയർത്തി. ഇസ്രായേൽ മക്കൾ കഷ്ടത അനുഭവിച്ചു. എന്നിട്ടും ദൈവം അവരെ നടത്തി. മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും വഴിയത്. സിംസോൻ്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി കഷ്ടത അനുഭവിച്ചു. അവനെ ദൈവം അവസാനം അവന് അനുഗ്രഹം കൊടുത്തപ്പോൾ 3000 പേരെയാണ് അവൻ ആ കഷ്ടതയിൽ വധിക്കപ്പെട്ടത്. യോശുവയുടെ ജീവിതത്തിൽ 40 കൊല്ലം അവൻ അടിമത്തത്തിലായിരുന്നു. 40 വർഷക്കാലം അവൻ മരുഭൂമിയിലായിരുന്നു. 30 വർഷക്കാലം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. അവൻ യോശുവയുടെ ജീവിതത്തിൽ എന്തോരം കഷ്ടത, എന്തോരം പ്രയാസം അനുഭവിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയും പ്രയാസം അനുഭവിച്ചില്ലേ. അവന് 13-ാമത്തെ വയസ്സിൽ അവന് അഭിഷേകം വന്നതിന് മുൻപ് അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസവും ദുഃഖം ഭാരവും കണ്ണുനീര് കഷ്ടതൊക്കെ. പക്ഷെ ദൈവം അവനെന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവാക്കി വെച്ചു. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ഒരവകാശമാണ്. ഞാനത് പറയുന്നത് നിൻ്റെ കഷ്ടതയിൽ നിൻ്റെ വേദന, നിൻ്റെ പ്രയാസം, നിൻ്റെ ദുഃഖം, നിൻ്റെ കണ്ണുനീരല്ല. യേശുവിലേക്ക് സമർപ്പിച്ച് നീ പുതിയ സൃഷ്ടിയായപ്പോൾ ഇനി പലതിനെക്കുറിച്ച് ഓർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ അധ്യായമാണ് അത്. നീ 1. 2 അതിൻ്റെ അറിയാതെയും അറിഞ്ഞും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അറിയാതെ തെറ്റും അറിഞ്ഞ തെറ്റും അത് ചോദിച്ചില്ല. അറിഞ്ഞ തെറ്റെന്താണെന്നും അറിയാതെ ചെയ്ത തെറ്റെന്താണെന്നും പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാം. എഫേസ്യർ 4:30 പരിശുദ്ധാത്മാവിന് നേരെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വരാനുള്ള ലോകത്തിൽ ജയിക്കില്ല. നിന്നോട് തെറ്റ് ചോദിക്കാഞ്ഞതിൻ്റെ കാരണം നിൻ്റെ മനസ്സ് ഏകാഗ്രതമല്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. നീ അറിഞ്ഞ് ചെയ്ത തെറ്റെന്താണ്, അറിയാതെ ചെയ്ത തെറ്റെന്താണ്, ഈ 2 തെറ്റ് നിനക്കറിയാമെന്നെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ, ഈ ആകാശത്തിൻ്റെ ഉള്ളിൽ, ഭൂമിയുടെ മുകളിൽ ആ തെറ്റ് നഗ്നവും മലിനവുമായി കിടക്കുകയാണ്. ഒരിക്കൽ ന്യായം വിധിക്കുമ്പോൾ ആ തെറ്റ് പൊങ്ങി വരാതിരിക്കാൻ റോമലേഖനം 3:25 വിശുദ്ധ രക്തം മൂലം പ്രായശ്ചിത്തമായി പരസ്യമായിട്ട് നിൽക്കുന്ന യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് നിന്നെ പരിശുദ്ധാത്മാവിൽ ദീർഘദൂരത്തിരുന്ന് മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റൊക്കെ നീ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വീകരിച്ചു. അപ്പോൾ നിനക്ക് പിന്നെ ഇനി വിജയമാണ്. പിന്നെ ഈ സന്തോഷം ഉണ്ടാകുമോ മുന്നോട്ടുള്ള ജീവിതമൊക്കെ നന്നായിട്ട് സന്തോഷം ഉണ്ടാകണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ ഫലം നീ വായിക്കണം. ഗലാത്യ 5:22 ആത്മാവിൻ്റെ ഫലം ദയ, ദീർഘക്ഷമ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയ. അപ്പോൾ ആത്മാവിൻ്റെ ഫലം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും വചനത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷമാണ്. വചനത്തിൽ നിന്ന് നീ അകന്നു പോയാൽ നിൻ്റെ സന്തോഷം നഷ്ടപ്പെടും. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ നിനക്ക് ദുഃഖം വന്ന് കയറും. ദുഃഖം വന്ന് കയറുന്നതിൻ്റെ കാരണം പൈശാചിക ശക്തി വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് വിടണമെങ്കിൽ എന്ത് വന്നാലും പരിശുദ്ധമായി വേദപുസ്തകം താഴെ വയ്ക്കരുത്. നിനക്ക് വായിക്കാനറിയാം, പഠിക്കാനറിയാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഏതൊരു പുസ്തകത്തേക്കാൾ കൂടുതൽ നീ പഠിക്കേണ്ടതും വായിക്കേണ്ടതും പരിശുദ്ധമായ വേദവചനമാണ്. പിന്നെ ഈ 107 സങ്കീർത്തനം വ്യക്തമായിട്ട് ധ്യാനിക്കണം. 107 സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ ഞാൻ എൻ്റെ കർഷകരെ യഹോവയോട് നിലവിളിച്ചു.
അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഹാഗർ കുഞ്ഞിനെ അങ്ങോട്ട് 2 അപ്പം കൊടുത്ത് മരുഭൂമിയിലേക്ക് വിട്ടു. അവിടെ നിന്ന് വെള്ളം തീർന്നു, അപ്പം തീർന്നു, പക്ഷെ കുടിക്കാൻ വെള്ളമില്ലാതെ ഇപ്പോൾ കുഞ്ഞിൻ്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോയി നിലവിളിച്ചു. ആ കഷ്ടതയിൽ വചനം വായിച്ച് അവർ സൗഖ്യം കൊടുത്തു. അവിടെ കിണർ കൊടുത്തു. അപ്പോൾ കഷ്ടതയിൽ ആ ഹാഗറിൻ്റെ മാറി. വീണ്ടും 112 വചനം അവരുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. ശവക്കുഴിയിൽ നിന്ന് അവരെ വിടുവിച്ചു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന മനുഷ്യനെ അത് 10 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവിടെയും കഷ്ടതയിൽ നിന്ന് വിടിച്ചതായിട്ട് കാണാനായിട്ട്. 119 വചനത്തിൽ അവിടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. കപ്പൽ കയറി അവർ ഓടി പെരുവെള്ളത്തിൽ വരുന്നു. അത് യേശു കപ്പലിലുണ്ടായിരുന്ന തന്നെ വെള്ളം വന്ന് മൂടി മുങ്ങിത്താഴാൻ തുടങ്ങി ഉറക്കം നിലവിളിച്ചപ്പോൾ പിന്നെ 17 മുതൽ 22 വരെ വായിക്കുമ്പോൾ അത് അവിടെ നിന്ന് രക്ഷിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട്. 107:28 ശാന്തത വന്നതുകൊണ്ട് കഷ്ടതയിൽ ദൈവം അത് സഹായിച്ചു എന്ന് കാണാം. 25 മുതൽ 31 വരെ വചനം വായിക്കുമ്പോഴും ആ കഷ്ടതയിൽ യഹോവ നിലവിളിച്ചപ്പോൾ വിടിച്ചതായിട്ട് കാണാം. അപ്പോൾ ദൈവത്തോട് നിലവിളിച്ച് യേശുവിനായി കാത്തിരുന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കഷ്ടതയും നിൻ്റെ പ്രയാസവും നിൻ്റെ ദുഃഖമൊക്കെ മാറും. നീ പടുക്കുഴിയിലാണ് കിടന്നത്, നിന്നെ അടുത്ത് പോലും നിർത്താൻ കൊള്ളില്ലാതെ ഇരുന്ന സാധനമാണ്. പക്ഷേ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവം നിന്നെ സ്നേഹിച്ച് ദൈവ പൈതലാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ ആ പടുകുഴി എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ കുഴിയാണ്, പിശാചിൻ്റെ കുഴിയാണ്, അന്ധകാരത്തിൻ്റെ കുഴിയാണ്. നിങ്ങൾ വാരി വയ്ക്കാൻ പോയോടത്തുനിന്നോ അച്ഛന്മാർക്കടുത്തുനിന്ന് പോയതോ കൗൺസിലർക്കടുത്ത് പോയതോ അവിടെ പോയതല്ല. ഇവർ പറഞ്ഞത് എല്ലാം ചെയ്ത് ഒരു പടുക്കുഴി കിടക്കുന്നത് സങ്കടവും പ്രയാസവും ദുഃഖവും ഭാരവും കണ്ടെന്നില്ല. ആ പടുക്കുഴിയിൽ നിന്ന് യേശു നിന്നെ കയറ്റിയിട്ടുണ്ട്. നീ ഇനി കൂടുതലായിട്ടൊന്ന് അതിനെ ചിന്തിക്കേണ്ട കാര്യമില്ല. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ ഹല്ലേലൂയ മാത്രം പറഞ്ഞത്. അപ്പോൾ ഈ പടുകുഴിയിൽ നിന്ന് പിടിക്കണമെങ്കിൽ യേശുവിനെ മുറുകെ പിടിക്കണം. യേശു അല്ലാതെ വേറെ ദൈവമില്ല. യേശുവാണ് ജീവിക്കുന്നത്. അപ്പോൾ യേശുവിനെ മുറുകെ പിടിച്ചാൽ നിനക്ക് വെച്ചടി വിജയം വരും. യേശു നിന്നെ സഹായിക്കും. യേശു നിന്നെ സഹായിക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം. യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ സങ്കടം മാറും, നിൻ്റെ പ്രയാസം മാറും, നിൻ്റെ ദുഃഖം മാറും, നിൻ്റെ കഷ്ടത മാറും, നിൻ്റെ കണ്ണുനീര് മാറും. നിൻ്റെ പടുക്കുഴിയിൽ നിന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. യേശു മാത്രമേ ഉള്ളൂ നിന്നെ സഹായിക്കാൻ. യേശു നിന്നെ സഹായിക്കണമെങ്കിൽ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഈ ലോകത്തിൻ്റെ ഏത് അന്യ ദൈവത്തിൻ്റെ പുറകെ പോയാലും നിൻ്റെ വേദന വർദ്ധിക്കും. നീ അറിഞ്ഞോ അറിയാതെ ചെയ്ത് തെറ്റെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിഞ്ഞു ചെയ്ത് തെറ്റെന്നിരിക്കും. ചിലപ്പോൾ ഹിന്ദു ചെറുക്കനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ പറ്റിപ്പോയ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ. അപ്പോൾ അങ്ങനെ പലവിധമായിരിക്കുന്ന ഈ ജീവിതത്തിൽ തന്നെ ഈ സ്ത്രീകൾക്കാകുമ്പോൾ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. ഒരുപക്ഷെ അവർക്കിടെ ഇഷ്ടപ്രകാരമായിരിക്കില്ല, വേറെ ഒരുത്തനാൽ പീഡിപ്പിക്കപ്പെടുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയും കഷ്ടതയും പ്രയാസവും ദുഃഖമൊക്കെ വന്ന് തെറ്റുകളിൽ നിന്ന് മോചനം നേടണം. യേശുവിനെ നാഥൻ ലക്ഷ്യമായി സ്വീകരിച്ച് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വചനം വായിക്കുകയും വചനം പഠിക്കുകയും വചനത്തിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്താൽ രക്ഷപ്പെടും. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ വേറൊരു നാമമില്ല. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ പറയപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണ്. യേശു അല്ലാതെ വേറെ രക്ഷകനില്ല. മറ്റൊരുത്തൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ പറയപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണ്. ദൈവത്തിൻ്റെ വചനം എബ്രായ 4:12 ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ള സന്ധി മഞ്ചകൾ പോലും തുളച്ചെല്ലുന്നതും അത് പ്രാണനെയും ആത്മാവിനെയും വേർപിടിക്കും വരെ കടന്നു ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ആ ദൈവത്തിൻ്റെ വചനം നീ വായിച്ചാൽ രക്ഷപ്പെടും. വായിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. യേശുവുമായിട്ടൊരു ബന്ധത്തിൽ ഇന്ന് നിനക്ക് ഭയങ്കര അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ സംസാരിച്ചു, ഇന്ന് സംസാരിച്ചു, ഇനിയും വേണമെങ്കിൽ സംസാരിക്കും. ദൈവത്തിൻ്റെ വചനമാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമുള്ളൂ. മനുഷ്യൻ്റെ വാക്കൊക്കെ വെറും വൃത്തികെട്ടതാണ്. മനുഷ്യൻ പറഞ്ഞു പറ്റിക്കും, അത് ചെയ്യണം ഇത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഈ കർമ്മം ചെയ്തുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ യേശുവിൻ്റെ വചനം ഹൃദയത്തിലേക്കിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തോത്രം, സ്തുതി എന്ന് പറയുമ്പോൾ തന്നെ അനുഗ്രഹം പ്രാപിക്കും. അതുകൊണ്ട് വിശ്വാസപ്രമാണം സർവശക്തിയുള്ള പിതാവായെന്നുള്ള വിശ്വാസപ്രമാണം നീ എപ്പോഴും ചൊല്ലിക്കോ, ഇടപെടാതെ ചൊല്ലിക്കോ. അപ്പം നിനക്കത് അനുഗ്രഹിക്കപ്പെടും. ഇനി ഒരു വചനം ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ നിൻ്റെ എന്ത് പ്രശ്നവും നീ എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് ഫിലിപ്പിയർ ലേഖനം 4:6-7 എന്നാ പറഞ്ഞത്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളും.
അപ്പോൾ അത് നമ്മളത് ഉള്ളിലിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. എന്ത് വിഷയമാണെങ്കിലും നീ അത് എഴുതി വയ്ക്കുക. കഷ്ടമാണെങ്കിലും പ്രയാസമാണെങ്കിലും ദുഃഖമാണെങ്കിലും നീ അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ അത് മാറും. ഹബക്കൂക്ക് 2:2-3 നീ ദർശനം എഴുതുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെടുന്നു, അത് വരും നിശ്ചയം. അത് വൈകിയാലോ അതിനായി കാത്തിരിക്കുക, യഹോവയുടെ വായിലോ അരുളി ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിൻ്റെ കഷ്ടതകളും നിൻ്റെ പ്രയാസങ്ങളും നിൻ്റെ ദുഃഖങ്ങളും ഒരു കടലാസിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. 1. 2, നിൻ്റെ പാപത്തെ നീ അറിഞ്ഞോ അറിയാതെയും ചെയ്ത പാപം ഒരു കടലാസ് എടുത്ത് ആ കടലാസിൽ എഴുതുക. 1, 2, 3 എത്ര പാപം ഉണ്ടെങ്കിലും എഴുതിയിട്ട് അതിൻ്റെ ഒരു വസ്തു എഴുതുക. അടുത്ത മറുവസ്ത് 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വചനം ക്രോസായിട്ട് എഴുതിയിട്ട് ഒരു വിളക്കേൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ കത്തിച്ച് അത് കളയാം. അപ്പോൾ നിൻ്റെ പാവം ആരും അറിയില്ല, ദൈവം അതിനെ ക്ഷമിച്ചും തരും. അഗ്നിയിലാണ് ശോധനയുള്ളൂ. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒരു കടലാസെടുത്ത് അതിൻ്റെ ഒരു വസ്തു എഴുതി അതിൻ്റെ മറ്റേ വസ്തു 1 യോഹന്നാൻ 1:7 ആ വചനം അത് വ്യക്തമായിട്ട് എഴുതി അത് ഒരു തീയിൽ അത് ദഹിപ്പിച്ച് കളഞ്ഞിച്ച് വീണ്ടും ആ തെറ്റുകൾ ചെയ്യാതിരിക്കുക. നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഒരു മനുഷ്യനും പടുക്കുഴി കിടക്കാനൊന്നും ദൈവം ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്കിള് സന്തോഷത്തോടെ പറയുന്നു, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിതം, ഈ സന്തോഷത്തിൽ പോകണമെങ്കിൽ യേശുവിനെ നാഥൻ ഏറ്റുവായി ചെയ്യണം. ഞാൻ അപ്പോസ്തലിക സഭയുടെ സുവിശേഷകനാണ്. അപ്പോൾ ആ സുവിശേഷം എന്നതിൽ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാകുന്നു എൻ്റെ സുവിശേഷം. ഒന്ന് വരുന്നതിൻ്റെ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. ആ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ വചനം കേൾക്കുക, അത് പഠിക്കുക, അതിൽ ഉറക്കുക, യേശുവുമായിട്ട് ബന്ധത്തിലെടുക്കുക, പള്ളിയിൽ പോവുക, ആരാധനയ്ക്ക് പോവുക, പ്രാർത്ഥിക്കുക. പള്ളിയിലൊക്കെ പോയി കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഒരു പരിശുദ്ധമായ ജീവിതം നയിച്ചാൽ സമാധാനം, സന്തോഷം, സ്നേഹം കൊണ്ട് നിറയും. പടുകുഴിയിൽ നിന്ന് കയറ്റുകയും ചെയ്യും. യേശു നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാം.